കോഴിക്കോട് കൂടരഞ്ഞിൽ 39 വർഷങ്ങൾക്ക് മുൻപ് ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന പ്രതിയുടെ വെളിപ്പെടുത്തലിൽ നിർണായക നീക്കവുമായി പോലീസ് കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടു. വീട്ടുടമ ഈ ചിത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് പുതിയ നീക്കം? 4 പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച ഒരു കേസിൽ ഇനി എന്താണ് മുന്നോട്ടുള്ള പോംവഴി എന്ന് അന്വേഷിച്ച് ആകെ അങ്കലാപ്പിലായിരുന്ന പോലീസിന് മുന്നിലേക്ക് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എൻ സുഭാഷ് ബാബു തന്നെ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയായിരുന്നു. അദ്ദേഹം രണ്ടാമത് മുഹമ്മദ് അലി കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആളുടെ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ ഈ കേസിനൊരു ഉണർവുണ്ടാവുകയും ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള മുഹമ്മദ് അലിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു നൽകിയ വിവരങ്ങൾ പ്രകാരം പോലീസ് ഇപ്പോൾ ഒരു രേഖാചിത്രം തയ്യാറാക്കി. അത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ രേഖാചിത്രം വരച്ചതും. പ്രേംദാസ് എന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ രേഖാചിത്രം വരച്ചത്. ഏതാണ്ട് 80% ഈ ചിത്രം വ്യക്തമാണ്, കൃത്യമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട എന്ന് കരുതപ്പെടുന്ന ആൾ ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഉടമ, അവിടുത്തെ വീട്ടുടമ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരാളിവിടെ ജോലി ചെയ്തിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അത് കേവലം ഈ ഫോട്ടോ കാണിച്ച് ഈ ആളിവിടെ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയല്ല. പോലീസ് ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹത്തിന് മുന്നിൽ നിരത്തുകയും, അതായത് വീട്ടുടമയ്ക്ക് മുന്നിൽ ഏതാണ്ട് ഒരുപാട് ചിത്രങ്ങൾ നിരത്തുകയും ഇതിൽ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആൾ ആരാണ് എന്ന് ചോദിക്കുകയും അദ്ദേഹം കൃത്യമായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ചിത്രം പിക്ക് ചെയ്യുകയുമായിരുന്നു. ഇതോടുകൂടിയാണ് പോലീസ് തങ്ങളുടെ രേഖാചിത്രം ഏറെക്കുറെ കൃത്യമാണ് എന്ന് ഉറപ്പിക്കുന്നത്. ഇനിയിപ്പോൾ പോലീസിന് അറിയേണ്ടത് ആരെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും ഇടത്ത് വെച്ച് ഇത്തരത്തിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് കൂടരഞ്ഞി പോലീസിന് അക്കാര്യം അറിയിക്കണമെന്നുള്ള ആവശ്യമാണ് CI അടക്കം മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് ഈ അന്വേഷണവുമായി നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. നേരത്തെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം വെളിവാക്കിയ കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാകുന്നു എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. ശരി നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.